അപ്പം നമുക്ക് ആ ഒരു കൂട്ടുകുടുംബം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞങ്ങളൊരു 5 BHK വീട്. അപ്പൊ ഞാനും 5 ബെഡ്റൂമുള്ള വീട്ടിലേക്ക് മാറി. വലിയ അനുഗ്രഹം തന്നെയാണ്. അവിടെയൊക്കെ നിങ്ങൾ റിസ്ക് എടുക്കണം. നമ്മൾ 2 പിള്ളേര് ചെറിയ കാര്യം തുടങ്ങിയത് റിസ്ക് എടുത്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ റിസ്ക് കയറ്റി കൊണ്ടുവരികയാണ്. 40 ലക്ഷം അതെങ്ങനെ പോയി രോഹിത്? അത് ആദ്യകാലങ്ങളിൽ ചെറിയ സ്ട്രഗിളിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് ഒന്ന് പതുക്കെ അതൊന്ന് പിക്കായി വന്ന് പിന്നെ അത് തെറ്റില്ലാത്ത രീതിയിലോട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ചെയ്തിരുന്നത്? അത് നമുക്കൊരു ഡിജിറ്റൽ പ്രിന്റിംഗ് യൂണിറ്റ് ഉണ്ട്, ഒരു പ്രൊഡക്ഷൻ പ്രിന്റർ ഉണ്ടായിരുന്നു. കളർ പ്രിന്റിംഗും കളർ പ്രിന്റിംഗിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രിന്റർ. അപ്പോൾ എന്താണ് ബ്രോഷർ, നോട്ടീസ്, വിസിറ്റിംഗ് കാർഡുകൾ, വെഡിങ് കാർഡുകൾ. അപ്പോൾ നമ്മുടേതായ B2C അവിടെ നമ്മൾ B2C ക്ലയൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടത്. B2C ക്ലയൻസിന് വേണ്ടിയാണ് നമ്മളവിടെ. പിന്നെ അവിടെ നിന്നുള്ള അടുത്ത 2018 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടത്. എന്തൊക്കെയായിരുന്നു ചെയ്ത്? അത് കഴിഞ്ഞ് 2018 ശേഷം പ്രളയം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ 2019 നമ്മൾ ആദ്യത്തെ ഒരു യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2020 ഞങ്ങൾ വീട് വെച്ച് ആദ്യമായിട്ട് വീട് വെക്കാൻ പോകുന്നത് 2020 ശരി. അപ്പൊ ഒരു വലിയ സ്വപ്നം പോകുന്നു. വലിയൊരു സ്വപ്നം. വാടക വീട്ടിൽ നിന്ന് ഇപ്പോ എന്താണ്, എങ്ങനെയുള്ള വീടാണ് പണിത്? ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞത് ഞങ്ങൾ കൂട്ടുകുടുംബത്തിലായിരുന്നു താമസം. അതായത് ഞങ്ങളുടെ ആ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഇതിനകത്ത് ഒരു 3 ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ബാക്കിയുള്ള 3 ഫാമിലി അപ്പുറത്തും കുടുംബത്തും. അപ്പം ഞങ്ങൾക്ക് ആ ഒരു കൂട്ടുകുടുംബം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞങ്ങളൊരു 5 BHK വീട്. അപ്പം ഞാനും 5 ബെഡ്റൂമുള്ള വീട്ടിലേക്ക് മാറി. വലിയ അനുഗ്രഹം തന്നെയാണ്.